കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർവകലാശാല ഡിഗ്രി അഡ്മിഷൻ 2024 വിദ്യാർത്ഥികൾക്ക് വീണ്ടും അവസരം വന്നിരിക്കുകയാണ്. കേരള യൂണിവേഴ്സിറ്റിയോട് അഫിലിയേറ്റഡ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എയ്ഡഡ് സ്വാശ്രയ UIT IHRD കോളേജുകളിലേക്ക് ഒഴിവുള്ള ബിരുദ സീറ്റുകളിലേക്കുള്ള കോളേജ് ലെവൽ സ്പോട്ട് അഡ്മിഷൻ നടക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് 11, 12 തീയതികളിലായിട്ടാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും അപ്ലൈ ചെയ്തിട്ട് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും ഇതുവരെ അപ്ലൈ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ടുമായി പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജിൽ രാവിലെ 11 മണിക്ക് മുമ്പായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ, കാരണം നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കോളേജുകളിൽ പോകേണ്ട വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനെ ഈ ഒരു അഡ്മിഷൻ പ്രോസസ്സിൽ പങ്കെടുപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പേരൻസിൻ്റെ കയ്യിൽ ഒരു ഓതറൈസേഷൻ ലെറ്റർ കൂടി കൊടുത്തു വിടുക. അപ്പം നിലവിൽ കേരള യൂണിവേഴ്സിറ്റിയിലെ ഏതെങ്കിലും ഒരു അഫിലിയേറ്റഡ് കോളേജിൽ അഡ്മിഷൻ എടുത്ത് തുടരുന്ന വിദ്യാർത്ഥികളെ ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പരിഗണിക്കുന്നതല്ല. ഇതുവരെയും കിട്ടാത്ത വിദ്യാർത്ഥികളെയും അതുപോലെ തന്നെ ഇതുവരെയും അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്കുമാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും കയ്യിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടായിരിക്കണം. നിങ്ങളുടെ TC ഉൾപ്പെടെയുള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും നിങ്ങൾ കയ്യിൽ കരുതണം. അതുപോലെ തന്നെ ഇതുവരെയും അഡ്മിഷൻ ഫീസ് അടയ്ക്കാത്ത വിദ്യാർത്ഥികൾക്ക് സ്പോട്ട് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് അവിടെ വെച്ച് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസ് അടയ്ക്കണം. അത് SC ST കാറ്റഗറി വിദ്യാർത്ഥികൾ 930 രൂപയും ബാക്കിയുള്ള വിദ്യാർത്ഥികൾ 1850 രൂപയാണ് ഫീസായിട്ട് അടയ്ക്കേണ്ടത്. അല്ല, നിങ്ങൾ ഓൾറെഡി ഫീസ് അടച്ച വിദ്യാർത്ഥികളാണ്, എന്തെങ്കിലും കാരണവശാൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ കോപ്പിയൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ബിരുദ പ്രവേശനത്തിനായി ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്തവർക്കും ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ അതിന് ഒഴിവുള്ള സീറ്റുകളുടെ ഡീറ്റെയിൽസും മറ്റ് കാര്യങ്ങളും എല്ലാം കേരള യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ അഡ്മിഷൻ പോർട്ടലിൽ അവൈലബിൾ ആണ്. നിങ്ങൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ 11, 12 തീയതികളിലായിട്ടാണ് ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ നടക്കാനായിട്ട് പോകുന്നത്. അതത് കോളേജുകളിൽ വെച്ചിട്ടാണ് സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത്. നേരത്തെ നടന്ന പോലെ സോൺ വൈസ് അല്ല. നിങ്ങൾക്ക് ഏത് കോളേജിലാണോ പങ്കെടുക്കാൻ താല്പര്യമുള്ളത് ആ കോളേജിലാണ് നിങ്ങൾ സെപ്റ്റംബർ 11, 12 തീയതികളായിട്ട് നിങ്ങൾ ചെല്ലേണ്ടത്. അപ്പോൾ ഏതൊക്കെ കോഴ്സിനാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് സൈറ്റിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കാം. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ കിട്ടാത്ത ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഇത് ഉപകാരമാകട്ടെ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം. താങ്ക്